വണ്ടികളിൽ പല രീതിയിലുള്ള വാർണിംഗ് ലൈറ്റ്സും ഉണ്ട്. ഈ വാർണിംഗ് ലൈറ്റ്സ് റണ്ണിങ്ങില് വരാൻ പാടില്ലാത്ത വാർണിംഗ് ലൈറ്റ്സ് ആണ്. അതായത് ഈ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ വാർണിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആവുന്നില്ല. അതായത് വണ്ടിയുടെ ഓക്സിലറി ബാറ്ററി ചാർജ് ആവുന്നില്ല. പല കാരണം കൊണ്ട് വരാം. ഓൾട്ടർനേറ്ററിന്റെ പുള്ളി ഡാമേജ് ആയി കഴിഞ്ഞാൽ വരാം. ആൾട്ടർനേറ്റർ ഡാമേജ് ആയി കഴിഞ്ഞാൽ, അകത്തുള്ള ബെയറിങ്ങുകൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ വരാം. അതിന്റെ ബാക്കിലുള്ള സോളിനോയിഡ് സ്വിച്ച് ഡാമേജ് ആയി കഴിഞ്ഞാൽ വരാം. ഇങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാർണിംഗ് ലൈറ്റ് അവഗണിച്ച് ഓടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ചാൽ വണ്ടിയിൽ ഇഷ്ടംപോലെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. AC, സ്റ്റീരിയോ, പവർ വിൻഡോ, ഹെഡ് ലൈറ്റുകള്, ബാക്കി ലൈറ്റുകൾ, കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. അതൊക്കെ ഈ ബാറ്ററിന്ന് ചാർജ് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ വാർണിംഗ് ലൈറ്റ് അവഗണിച്ച് ഓടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കറന്റ്ലി ഈ വണ്ടിയുടെ ബാറ്ററി ചാർജ് ആവുന്നില്ല. വണ്ടിയുടെ ബാറ്ററിന്ന് ചാർജ് എടുത്തിട്ടുകൊണ്ടാണ് ഈ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ കോമ്പോണൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാർണിംഗ് ലൈറ്റ് അവഗണിച്ച് ഓടിച്ചാൽ എന്ത് സംഭവിക്കും? വണ്ടി ബ്രേക്ക് ഡൗൺ ആവും. വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആവും. വാർണിംഗ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡീലർഷിപ്പിൽ വരിക, പോയിട്ട് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് എന്താ കംപ്ലൈന്റ് കൺഫേം ചെയ്ത് അത് റീപ്ലേസ് ചെയ്യും.